മായ ബോബി മാത്യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ എപ്പോഴും വലിയ ആക്റ്റീവ് ഒന്നുമല്ല, വലിയ ആക്റ്റീവ് എന്നല്ല, ഞാനിപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് എപ്പോഴും ഓരോ അസൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നേരത്തെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കയറി ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കറിയത്തില്ല, മെസ്സേജും കമൻറ്റും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്, എനിക്കറിയാം. എങ്കിലും എനിക്ക് യാതൊരു വിഷമവുമില്ല. ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ കാണണമെന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് വിഷമമില്ലെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് മറ്റുള്ളവർ കാണണം, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടണം. ഇത് ഒരേ ദിവസം ഞാൻ ഇത്ര പഠിപ്പിച്ച് കഴിയുമ്പോൾ ഒരു സബ്സ്ക്രൈബർ, അങ്ങനെ അത് ഞാൻ ഡയറക്റ്റ് പറഞ്ഞുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പിന്നെ വേറെ ആരാ സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എനിക്ക് കമൻറ്റ് ചെയ്യണം. എനിക്കതിന് കഴിയത്തില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് യൂട്യൂബിൽ ഞാൻ ചാനൽ തുടങ്ങിയതും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെക്കാളും മുമ്പേ ഉള്ളവർ ഒത്തിരി ഉണ്ട്, അവരെന്തെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ ഒത്തിരി പേരോട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. ഇത് ഞാൻ സ്വന്തമായിട്ട് ഞാൻ പഠിച്ചതിൽ നിന്നുള്ള, ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ദിസ് ഈസ് മായ ബോബി മാത്യു. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണണം. എനിക്ക് സംസാരിക്കാൻ കുറച്ച് പ്രോബ്ലം ഉള്ളത് നിങ്ങളോട് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല, ഞാൻ സംസാരിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നെഗറ്റീവ് ഫോംസ് ഓഫ് വേർബ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അത് കുറച്ച് ഞാനൊരു മലയാളത്തിൽ പറഞ്ഞ് ഇംഗ്ലീഷിലോട്ടൊരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലെയാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്കത് തീർച്ചയായിട്ടും അറിയാം. അപ്പം നമുക്ക് തുടങ്ങാം. ഇനി ഒന്നും മുഖപുര, ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാനില്ല. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം. നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് കാണണമെന്നുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കണം. ഇനി ഞാൻ പറയുന്നതിനകത്തുനിന്ന് ചില വാക്കുകൾ മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കാണരുത്. അങ്ങനെ കുറച്ച് വാക്കുകൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ വാക്കുകളുണ്ട്. അത് ഞാൻ ഇനിയും പഠിപ്പിക്കണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും സംസാരിക്കണമെന്നുള്ളവർ കാണുക. കുറച്ച് വാക്കുകൾ ഉപയോഗിച്ച് ഇതിനകത്തുനിന്ന് എടുത്ത ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ വാക്കുകൾ പഠിക്കാം. അപ്പം ഞാൻ പഠിക്കുന്ന വാക്കുകൾ എന്നെ വേറൊരാൾ പഠിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാം. രാമനും ശാന്തിയും നല്ല വിദ്യാർത്ഥികളാണ്. നമ്മൾ മലയാളികളാണല്ലോ, നമ്മൾ കേരളത്തിലുള്ളവർ. അപ്പോൾ കാരണം നമ്മളിപ്പോൾ എത്ര കേരളത്തിലുള്ളവർ എവിടെ പോയാലും ഇംഗ്ലീഷ് അറിയാമെങ്കിൽ, ഏത് ലാംഗ്വേജ് അറിയാമെങ്കിലും മലയാളം വേണ്ടാന്നാരും വെക്കത്തില്ല. അതുകൊണ്ട് രാമനും ശാന്തിയും നല്ല വിദ്യാർത്ഥികളാണ്. രാമ ആൻഡ് സീത ആർ ഗുഡ് സ്റ്റുഡൻസ്. രാമ ആൻഡ് ശാന്ത ആർ ഗുഡ് സ്റ്റുഡൻസ്. ഇനി ജോണും ലില്ലിയും നല്ല വിദ്യാർത്ഥികളാണ്. ജോൺ ആൻഡ് ലില്ലി ആർ ഗുഡ് സ്റ്റുഡൻസ്. രണ്ടും സെയിം, ഒന്നും പറയുന്നതിന് യാതൊരു വ്യത്യാസമില്ല, പേര് മാത്രം മാറിയെന്ന്. ഇനി അവർ നല്ല വിദ്യാർത്ഥികളല്ല. കണ്ടോ, നമ്മുടെ നെഗറ്റീവ് ഫോമിലേക്ക് സംസാരിച്ചപ്പോൾ എത്തി. അവർ നല്ല വിദ്യാർത്ഥികളല്ല. ദേ ആർ നോട്ട് ഗുഡ് സ്റ്റുഡൻസ്. അങ്ങനെ. പിന്നെ ഡിവോഷൻ ഒരു വാക്കുണ്ട്. ഡിവോഷൻ എന്ന് വെച്ചാൽ അർപ്പണബോധം. നമ്മൾ പറയത്തില്ലയോ, ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുക, നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുക എന്ന് പറയാം. ഞാൻ പഠിച്ചതൊക്കെ നിങ്ങളോട് യൂട്യൂബ് ചാനലിലൂടെ ഞാനങ്ങോട്ട് ഒരു ഡിവോഷൻ, ഞാൻ ഒരു അർപ്പണബോധത്തോടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഡിവോഷൻ അതിൻ്റെ അർത്ഥം എന്തോ, നമ്മൾ ശരിക്കും ആത്മാർത്ഥതയോടെ സിൻസിയറായിട്ട് പഠിപ്പിക്കുന്നതിനാണ് പറയുന്നത് അർപ്പണബോധം. അതാണ് ഡിവോഷൻ ഉദ്ദേശിക്കുന്നത്. അത്ര ഞാനിപ്പം പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ എഴുതണോ എന്ന് പറയുന്നത് എന്താ? ഞാൻ എഴുതണോ എന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് ആവശ്യമുണ്ടോ, ഞാൻ എഴുതേണ്ടതായിട്ടുണ്ടോ, അതല്ലേ ഞാൻ എഴുതണോ. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറേ ഓക്സിലറി വെർബ്. അതിൽ മസ്റ്റ് റൈറ്റ്, ഞാൻ എഴുതണോ. ഞാൻ എഴുതണോ വെച്ചാൽ
മോഡൽ ഓക്സിലറി. ഞാനത് കറക്റ്റ് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാവരും എല്ലാം പഠിച്ച് കറക്റ്റ് സമയത്ത് നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ കുറേയൊക്കെ ഇത് തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറയാം, മോഡൽ ഓക്സിലറി ഞാൻ പഠിപ്പിച്ചതാ, അല്ല അതിലേക്ക് ഞാൻ വന്നിട്ടില്ല. നമ്മൾ സംസാരിച്ചിങ്ങനെ പോവാം. മസ്റ്റ് ഐ റൈറ്റ്. ഇനി ഞാൻ എൻ്റെ ഉത്തരങ്ങൾ മഷിയിൽ എഴുതണോ? ഞാൻ എൻ്റെ ഉത്തരങ്ങൾ മഷിയിൽ എഴുതണോ? മഷിക്ക് നമ്മൾ എന്താ പറയുന്നത്? ഇങ്ക്. മസ്റ്റ് ഐ റൈറ്റ് മൈ ആൻസേഴ്സ് ഇൻ ഇങ്ക്. മസ്റ്റ് ഐ റൈറ്റ് മൈ ആൻസേഴ്സ് ഇൻ ഇങ്ക് എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഉത്തരങ്ങൾ മഷിയിൽ എഴുതണമെന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം, ചിലപ്പോൾ ചിലയിടത്തൊക്കെ കാണുമായിരിക്കും, പെൻസിലിൽ എഴുതുമായിരിക്കും, നമുക്കറിയത്തില്ല. എന്നുവെച്ചാൽ ഈ സ്കൂളിലെ കുട്ടികൾ, സ്കൂളിൽ നമ്മൾ ചെറിയ പ്രായം തൊട്ട് പഠിച്ചു വരുമ്പോൾ പെൻസിൽ കൊണ്ട് എഴുതും, പിന്നെ പേന കൊണ്ട് എഴുതും. പിന്നെ നമുക്കറിയത്തില്ല, ചില സ്ഥലങ്ങളിലോ ചില രാജ്യങ്ങളിലോ ഒക്കെ ചിലപ്പം വലിയ ക്ലാസ്സിലുള്ളവരും ചിലപ്പം പെൻസിൽ കൊണ്ടൊക്കെ എഴുതുമോ. അതെങ്ങനത്തെ ഉള്ള എക്സാം എനിക്കറിയത്തില്ല, അറിവില്ലാത്ത പറയരുത്, അറിയത്തില്ല. അതുകൊണ്ടാണോ ഞാനിങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പഠിപ്പിക്കുന്നതുകൊണ്ട് പറയുക, ഞാൻ എൻ്റെ ഉത്തരങ്ങൾ മഷിയിൽ എഴുതണോ എന്ന് ഞാൻ ചോദിക്കുക. അപ്പോൾ ചിലപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ, നല്ലതായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരാണെങ്കിൽ അങ്ങനെ തന്നെ ചോദിക്കും. മസ്റ്റ് ഐ റൈറ്റ് മൈ ആൻസേഴ്സ് ഇൻ ഇങ്ക്. എൻ്റെ ഉത്തരങ്ങൾ ഞാൻ മഷിയിൽ എഴുതണമോ? നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ പോലെ പഠിക്കുകയായിരുന്നു, അറിയാമല്ലോ. ഇനി നിങ്ങൾ നിങ്ങളുടെ ഉത്തരങ്ങൾ മഷിയിൽ എഴുതണം. നിങ്ങൾ നിങ്ങളുടെ ഉത്തരങ്ങൾ പെൻസിലിൽ എഴുതണം. നിങ്ങൾ നിങ്ങളുടെ ഉത്തരങ്ങൾ പെൻസിലിൽ എഴുതണം. യു മസ്റ്റ് റൈറ്റ് യുവർ ആൻസേഴ്സ് ഇൻ പെൻസിൽ. മഷിയിൽ എഴുതണമെന്ന് ചോദിച്ചപ്പം പറയാം, മഷിയിൽ എഴുതണ്ട, പെൻസിലിൽ എഴുതണം. യു മസ്റ്റ് റൈറ്റ് യുവർ ആൻസേഴ്സ് ഇൻ പെൻസിൽ. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ച് എക്സസൈസ് നമ്മൾ പഠിച്ചതിൽ നിന്നുള്ള കുറച്ച് എക്സസൈസ്, ഇതിനകത്തൊരു 5 എക്സസൈസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അത്രയും നമ്മൾ പഠിക്കും. അപ്പോൾ എക്സസൈസ് 5 എണ്ണം ഉണ്ട്. 5 എണ്ണം ഇതിനകത്ത് 5 എണ്ണം. രാമൻ ഒരു വൈദ്യനല്ല. 1. രാമൻ ഒരു വൈദ്യനല്ല. വൈദ്യൻ എന്ന് വെച്ചാൽ എന്താ? ഡോക്ടർ. നമ്മൾ ഇവിടെയൊക്കെ ഡോക്ടർ എന്നൊക്കെ പേര് വരുന്നതിന് മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന എന്തുവാ? വൈദ്യൻ. വൈദ്യൻ എവിടെയൊക്കെ ഉപയോഗിക്കുന്ന ചോദിച്ചവർക്ക് അറിയാം. വൈദ്യൻ പ്രത്യേകിച്ച് വൈദ്യൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഈ ആയുർവേദം ഒക്കെ മരുന്നുകളൊക്കെ വാങ്ങിക്കാൻ പോകുന്നിടത്തൊക്കെ ആയിരുന്നു ആ വൈദ്യനുണ്ടോ എന്നൊക്കെ ചോദിക്കാം. അത്രേ ഉള്ളൂ. അങ്ങനെ എനിക്കറിയാം. രാമൻ ഒരു വൈദ്യനല്ല. രാമ ഈസ് നോട്ട് എ ഡോക്ടർ. രാമനൊരു വൈദ്യനല്ല. നിങ്ങൾക്ക് മഷി കൊണ്ട് എഴുതാൻ കഴിയുമോ? 2. നിങ്ങൾക്ക് മഷി കൊണ്ട് എഴുതാൻ കഴിയുമോ? ക്യാൻ യു റൈറ്റ് ഇൻ ഇങ്ക്? നിങ്ങൾക്ക് മഷി കൊണ്ട് എഴുതാൻ കഴിയുമോ? 3. എനിക്ക് എൻ്റെ ഉത്തരങ്ങൾ മഷി കൊണ്ട് എഴുതാൻ കഴിയുകയില്ല. എനിക്ക് എൻ്റെ ഉത്തരങ്ങൾ മഷി കൊണ്ട് എഴുതുവാൻ കഴിയുകയില്ല. I cannot write my answers in ink. 4. ഞാൻ ഹിന്ദിയിൽ സംസാരിക്കണമോ? കണ്ടോ? സംസാരിക്കണമോ എഴുതണമോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? അവിടെ മസ്റ്റ് ഐ സ്പീക്ക്. ഞാൻ ഹിന്ദിയിൽ സംസാരിക്കണമോ? മസ്റ്റ് ഐ സ്പീക്ക് ഇൻ ഹിന്ദി. ഞാൻ ഹിന്ദിയിൽ സംസാരിക്കണമോ എന്നുള്ളതാണ്. മസ്റ്റ് ഐ സ്പീക്ക് ഇൻ ഹിന്ദി. 5. നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കരുത്. ഇപ്പം ചില സ്കൂളുകളൊക്കെ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ. മലയാളത്തിൽ സംസാരിക്കേണ്ട. അത് വേറൊന്നിനുമല്ല, പിള്ളേരെങ്ങനെയെങ്കിലും കുറച്ച് ഇംഗ്ലീഷിൽ സംസാരിച്ച് വരട്ടെ എന്ന് ഓർത്തായിരുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി റോങ് ആയിട്ട് കാര്യങ്ങളുണ്ടെന്നും ഇപ്പോൾ ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അതിനോട് എനിക്ക് യോജിപ്പില്ല.
നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കരുത്. യു മസ്റ്റ് നോട്ട് സ്പീക്ക് ഇൻ മലയാളം. യു മസ്റ്റ് നോട്ട് സ്പീക്ക് ഇൻ മലയാളം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, എല്ലാവരുടെ അഭിപ്രായമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഇഷ്ടമാണ്, പക്ഷെ അതിന് കഴിയുന്നില്ല, അത്രയേ ഉള്ളൂ. യു മസ്റ്റ് നോട്ട് സ്പീക്ക് ഇൻ മലയാളം. നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കരുത്. നമ്പർ 6, നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കണം. അങ്ങനെ പറഞ്ഞാൽ എന്താ പറയുക? യു മസ്റ്റ് സ്പീക്ക് ഇൻ മലയാളം. യു മസ്റ്റ് സ്പീക്ക് ഇൻ മലയാളം വെച്ചാൽ മലയാളം കേരളത്തിലുള്ള നമ്മളുടെ ഭാഷയാണ്. അതുകൊണ്ട് കേരളത്തിന് വെളിയിൽ പോകുന്ന ഏത് സ്ഥലത്തുള്ളവരും ഇംഗ്ലീഷ് പറയാൻ പറ്റാത്തടത്താണെങ്കിലും അവർ മലയാളത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്, മലയാളം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ചെല്ലാത്തടത്ത് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്ക് അവിടുത്തെ ലാംഗ്വേജ് പഠിക്കാനുള്ള അതിൻ്റെ ഒരു കഴിവ് അവരുണ്ടാക്കിയെടുക്കുക. അതാണ് എനിക്ക് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിക്കണം. ഞാനിപ്പോൾ ഒരു 6 എക്സസൈസ് ഒരു 6 ആണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട, നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കാണണം, ലൈക്കോ കമൻറ്റോ ചെയ്യണം. അല്ലാത്തവർ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് വ്യൂസ് ഉണ്ടാകുമായിരിക്കും. പ്ലീസ് എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല, ഉപദ്രവിക്കരുത്. ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇത്രയും പഠിക്കുന്നത്. പിന്നെ ഞാൻ പഠിപ്പിച്ചത്, ഞാൻ പഠിക്കുന്നുണ്ട് ഇംഗ്ലീഷ്. അത് എനിക്ക് കുറച്ച് നോളജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്, അതിന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.